ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും? ഞാനൊക്കെ നനഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അല്ലെ. നല്ല മഴയത്താണ് പോന്നിട്ടുള്ളത്. എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതാണ് നനഞ്ഞു നിൽക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ചെറിയൊരു സ്റ്റോറിയിലേക്ക് പോയാലോ? ചെറിയൊരു മോട്ടിവേഷൻ ഒക്കെ ആയിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ മരത്തിനെയും അത് ആദ്യം ഉണ്ടാകുന്ന ചെടിയെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ മുന്നിൽ ഒരു മാവിന്റെ ചെറിയ തൈ ഉണ്ടായാൽ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാറുണ്ടോ അതിന്? ഇല്ലല്ലോ. അത് നല്ലോണം പൂത്ത് ഫലങ്ങളൊക്കെ ഇടുമ്പോഴല്ലേ അതിന് ശ്രദ്ധ കൊടുക്കാറുള്ളൂ. മാങ്ങ വീഴുന്നുണ്ടോ എന്നുള്ളത് രാവിലെ പോയി നോക്കാറുള്ളൂ. ആ മാങ്ങക്ക് എത്ര രുചിയുണ്ട് എന്നുള്ളത് അത് കഴിച്ചു നോക്കുമ്പോഴല്ലേ നമ്മൾ പറയാറുള്ളത്. അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോരുത്തരും. നമ്മള് ചെറുപ്പത്തില് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അധികം മോട്ടിവേഷൻസ് ഒന്നും ഉണ്ടാവില്ലടാ. അല്ലെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാനൊന്നും ഉണ്ടാവില്ലടാ. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചായ കൊണ്ടുവന്ന് തരാനോ അല്ലെങ്കിൽ പഠിച്ചോ എന്ന് പറയാനൊന്നും ആരും ഉണ്ടാവില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലിയിലെത്തുമ്പോൾ മാവിനെ പോലെ മാങ്ങ ഫലമായി മാറുമ്പോഴാണ് നിങ്ങളെ ശ്രദ്ധിക്കപ്പെടുക. നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ആ മാങ്ങയ്ക്ക് എത്ര രുചിയുണ്ട് എന്നുള്ളത് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ജോലിയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഞാൻ പഠിച്ചതിന്റെ വില എന്താണ് എന്നുള്ളത് ആ ജോലി കിട്ടുമ്പോഴും ആ ജോലി കിട്ടിയിട്ട് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നും അതിൽ നിന്നുള്ള സാലറി നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് കുറേ സ്ട്രഗിളുകൾ വരാനുണ്ട്. കാറ്റത്ത് നമ്മൾ വീഴാതെ പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. വെയിലത്ത് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളമുള്ള സ്ഥലത്തേക്ക് വേരിനെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഫലങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ഇലകൾ വളർത്തേണ്ടതുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ പഠനവും. നമ്മുടെ പഠനത്തിന്റെ ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ട് വേണം നമ്മൾ എത്ര സമയം ഇതിലേക്ക് പഠിക്കണം, എത്ര സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, ഞാൻ മറ്റുള്ള എന്റർടൈൻമെന്റുകൾ ഒഴിവാക്കണോ, എല്ലാതും ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇരിക്കേണ്ടത്, അതോ ഞാൻ ഒരു സ്മാർട്ട് വർക്ക് ആയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഓരോ രീതികളും നിങ്ങൾ എഴുതി വെച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ തുടങ്ങും, ഓക്കെ ഞാൻ നാളെ ഉറപ്പായിട്ട് പഠിക്കും. പഠിക്കൂല. കാരണം എന്താണോ, അത് നിങ്ങളുടെ ആ വിഷൻ മാത്രമേ ഉള്ളൂ. അവിടെ വിഷൻ മാത്രമാണ്. ഇന്ന് ഭയങ്കര നിങ്ങൾക്ക് സ്മാർട്ടാണ്, ഭയങ്കര ഊർജ്ജാണെന്ന് കരുതിയിട്ട് നാളെ അതാവില്ല. നാളെ അത് കുറഞ്ഞു വരും. മറ്റന്നാൾ അതിനേക്കാട്ടിലും കുറഞ്ഞു വരും. അതിന്റെ വ്യത്യാസം എന്ത് ചെയ്യും? തീരെ ഇല്ലാതെ ആവും. പക്ഷെങ്കിൽ നമ്മളൊരു വിഷൻ സെറ്റ് ചെയ്തിട്ട് അതിലേക്കുള്ള ജേണി ഒന്ന് എഴുതി വെച്ച് നോക്കൂ. ഞാൻ ഇന്ന ദിവസം ഇത്ര പോർഷൻ കവർ ചെയ്യും, ഇന്ന ദിവസം ഞാൻ ഈ വീഡിയോ കാണും, ഇന്ന ദിവസം ഞാൻ ഇത് പഠിക്കും, ഇന്ന ദിവസം ഞാൻ എക്സാം എഴുതും. അങ്ങനെ ആ വിഷനിലേക്കുള്ള ഒരു ജേണി എഴുതി നോക്കൂ. നിങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് വരില്ല. നിങ്ങൾക്ക് എനർജി ഉണ്ടോ ഇല്ലേ എന്നൊന്നും നിങ്ങൾ അവിടെ എന്ത് ചെയ്യൂല, ശ്രദ്ധിക്കൂല. അതുകൊണ്ട് എല്ലാവരും ഷെയറായിട്ട് ജേണി എഴുതി വെച്ചിട്ട് എന്ത് ചെയ്തോളൂ, മുന്നോട്ട് പോയിക്കോളൂ. അതല്ല നാളെ ഞാൻ ഇത് നേടും, നാളെ 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 നീളെ നീളെ എന്നാണ് പറയുന്നത്.